ഇർറെഗുലർ സൈക്കിൾസ് ഉള്ളവർ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവർ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് പ്രൊലാക്റ്റിൻ എന്നുള്ളത്. പക്ഷേ പ്രൊലാക്റ്റിൻ ടെസ്റ്റ് പലപ്പോഴും ചെറിയ രീതിയിൽ എലിവേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതായത് നിങ്ങൾ പ്രീവിയസ് ഡേ നിങ്ങളുടെ ഉറക്കം ഓക്കെ ആയിരുന്നോ, ഏതെങ്കിലും ഹൈ സ്ട്രെസ് ലെവൽസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഓർ ഈവൻ പ്രീവിയസ് ഡേയിൽ സെക്ഷൽ ആക്ടിവിറ്റി ഓർ ഓർഗാസംസ് ഒക്കെ പ്രൊലാക്റ്റിൻ ലെവൽസിനെ ഹൈ ആക്കാം. സെക്കൻഡ്ലി നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ പ്രീവിയസ് ഫ്യൂ ഡേയ്സിൽ മേ ബി വോമിറ്റിങ്ങിനായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവർ, അല്ലെങ്കിൽ അൾസറിന് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവർ, ഓർ ലോങ് ടേം ആയിട്ട് നമുക്ക് സീഷേഴ്സിന് ഫിറ്റ്സിനായിട്ട് മെഡിസിൻസ് എടുക്കുന്നവരൊക്കെ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് പറയണം. കാരണം ഇതൊക്കെ ലെവൽസ് കുറച്ച് കൂട്ടാം. തേർഡ്ലി ഈവൻ നമ്മൾ ആ സെയിം ഡേയിൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡോക്ടറെ കണ്ടിട്ട് അന്ന് തന്നെ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെജനൽ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓർ ഈവൻ നമ്മുടെ അന്നത്തെ ബ്ലഡ് എടുക്കുമ്പം കുറച്ചധികം പെയിൻഫുൾ ആയിരുന്നെങ്കിൽ തന്നെ പ്രൊലാക്റ്റിൻ ലെവൽസ് സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആവാം. അപ്പോൾ കുറച്ചൊരു എലിവേറ്റഡ് ലെവൽ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വിൽ ഗോ ഫോർ എ റിപ്പീറ്റ് സാമ്പിൾ. ഒരു 2 വീക്സിൽ റിപ്പീറ്റ് നോക്കും. എന്നിട്ടും പെർസിസ്റ്റൻ്റ്ലി ഹൈ ആണ്, ഈ ഫാക്ടേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ടും ഹൈ ആണെങ്കിൽ നമ്മൾ ഇതിനൊന്ന് കറക്റ്റ് ചെയ്യണം. ലെവൽസ് വളരെയധികം കൂടുതലാണ്, മോർ ദാൻ 100 ഒക്കെ ആണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കോസസ് ഉണ്ടോ, ബ്രെയിനിൽ നിന്ന് ചെറിയ ട്യൂമർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കേണ്ട സിറ്റുവേഷൻ ആയിട്ട് വരും.